ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്ക ആൾക്കാരും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റായിരുന്നു. ഹൈറ്റ് കുറവാണെന്നതിനുള്ള പേരിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹൈറ്റ് കൂടിപ്പോയതിൻ്റെ പേരിൽ വിഷമിച്ച ഒരാളായിരുന്നു ഞാൻ. നമ്മൾ 7 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 10ലാണോ ചോദിക്കുക, 10 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ +2ലാണോ ചോദിക്കുക. എപ്പോഴും ആളുകൾ നമ്മളെ ഏജിനെക്കാട്ടിലും മുതിർന്ന ആൾക്കാരായിട്ടാണ് കാണുക. അവരെയും തെറ്ററിയാൻ പറ്റില്ല, കാരണം നമ്മൾ ഹൈറ്റ് കാണുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ ബാക്ക് ബെഞ്ചിലായിരുന്നു ഇരുന്നത്. എൻ്റെ ഓർമ്മയിൽ സ്കൂൾ ലൈഫിൽ മുക്കാലും ഞാൻ ബാക്ക് ബെഞ്ചിലാണ് ഇരുന്നത്. ഒന്നെങ്കിൽ ബാക്ക് ബെഞ്ചോ അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ ലാസ്റ്റിൽ. അപ്പം സാധാരണ കുട്ടികളൊക്കെ ബാക്ക് ബെഞ്ചിലും അതുപോലെ തന്നെ ഒരു ബെഞ്ചിൻ്റെ ലാസ്റ്റിലേക്കൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ നേരെ തിരിച്ച് ഫ്രണ്ട് ബെഞ്ചിലും അതുപോലെ തന്നെ ബെഞ്ചിലെ ഫസ്റ്റിലൊക്കെ ഇരിക്കാനായിരുന്നു എനിക്കിഷ്ടം. അതുപോലെ തന്നെ വിഷമിപ്പിക്കുന്ന കുറേ അനുഭവങ്ങളൊക്കെ സ്കൂൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഞാൻ പണ്ട് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുകയായിരുന്നു എങ്ങനെ ഹൈറ്റ് കുറയ്ക്കുക എന്നുള്ളതൊക്കെ. വീടിൻ്റെ ഡോറിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഹൈറ്റ് അളന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയായിരുന്നു ഞാൻ വലിപ്പം വെക്കുന്നുണ്ടോ, ആദ്യത്തെ വരയിൽ നിന്ന് ഞാൻ മുകളിലോട്ട് പോകുന്നുണ്ടോ വര. അങ്ങനെ ഭയങ്കര ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും, പക്ഷെ അന്നത് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഒരു വിഷമം തോന്നുന്നില്ല ഹൈറ്റിൻ്റെ പേരിൽ. എനിക്ക് അതിന് മാത്രം ഭയങ്കര ഹൈറ്റാണ് ഞാനൊന്നും ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മേ ബി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഇപ്പോൾ എടുക്കുന്നതുകൊണ്ടായിരിക്കാം അതത്ര വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്കിപ്പോൾ തോന്നാത്തത്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.